കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ ക്രിസ്തുവിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മൾ വ്യക്തമായി പഠിക്കുമ്പോൾ ഇവിടെ കാണാൻ കഴിയുന്ന ഒരു ഭാഗം യോശുവയുടെ പുസ്തകം 6-ാമത്തെ അധ്യായം പഠിക്കുമ്പോഴാണ്. എന്നാൽ യെരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടിച്ചുറപ്പാക്കിയിരുന്നു. ആരും പുറത്തിറങ്ങിയില്ല, അകത്തു കയറിയതുമില്ല. യഹോവ യോശുവയോട് കൽപ്പിച്ചത്, ഞാൻ യെരിഹോവിനെയും അതിൻ്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ദൈവം വ്യക്തമായി പറഞ്ഞൊരു പദമാണ് യെരിഹോവിനെ. ആ യെരിഹോവിനെയും അതിലെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ദൈവം യെരിഹോ പട്ടണത്തെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ കൊടുത്തിട്ടും, ആമേൻ, ആ യെരിഹോ പട്ടണത്തെ എങ്ങനെ കീഴടക്കാൻ കഴിയും എന്നുള്ള വല്ലാത്തൊരു ചിന്തകളിലായിരുന്നു ഇസ്രായേൽ മക്കൾ. അപ്പൊ ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ നമുക്ക് 5-ാം അധ്യായത്തിന്റെ 13 മുതൽ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. യോശുവ യെരിഹോവിന് സമീപത്ത് ഇരിക്കുമ്പോൾ തല ഉയർത്തി നോക്കി. ഒരാൾ കയ്യിൽ വാൾ ഊരിപ്പിടിച്ചും കൊണ്ട് അവന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. യോശുവ അവന്റെ അടുക്കൽ ചെന്നു അവനോട് പറഞ്ഞു, ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം ചില പട്ടണങ്ങളെ നിന്റെ കയ്യിൽ തന്നിട്ടും ആ പട്ടണത്തെ പിടിച്ചടക്കാൻ കഴിയാത്ത തരത്തിൽ, ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ കഴിയാത്ത തരത്തിൽ ശത്രുക്കൾ എത്ര അടിച്ചുറപ്പിച്ചു വെച്ചാലും, ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയാം, സൈന്യാധിപനായ ദൈവം നിന്റെ കൂടെയുണ്ട്. ആ ദൈവം പറയുന്നൊരു കാര്യമാണ്, 6 ദിവസം മിണ്ടാതെ നടക്കണം. നിങ്ങളിൽ യോദ്ധാക്കളായ എല്ലാവരും ഒരു വട്ടം പട്ടണത്തെ ചുറ്റണം. അങ്ങനെ 6 ദിവസം ചെയ്യണം. 7 പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പും കൊണ്ടുള്ള 7 കാഹളം പിടിക്കണം. 7-ാം ദിവസം 7 പ്രാവശ്യം പട്ടണത്തെ ചുറ്റുകയും മഹാപുരോഹിതൻ കാഹളം ഊതുകയും വേണം. അവർ ആട്ടിൻ കൊമ്പ് നീട്ടി ഊതുകയും നിങ്ങൾ കാഹളനാദം കേൾക്കുകയും ചെയ്യുമ്പോൾ ജനമൊക്കെ ഉച്ചത്തിൽ ആർപ്പിടണം. ആർപ്പിടുമ്പോൾ പട്ടണം അതിൽ ഇടിഞ്ഞു വീഴും. ഇവിടെ മുമ്പിൽ അടയപ്പെട്ടുപോയ യെരിഹോ മതിലുകളെ അടയപ്പെട്ടല്ലോ, ഇനി എൻ്റെ മുമ്പിൽ തുറക്കത്തില്ലല്ലോ എന്നോർത്തുള്ള നിലവിളിയല്ല ഇത്. ദൈവം പറഞ്ഞതുപോലെ തന്നെ 6 ദിവസം അവർ മിണ്ടാതെ കാഹളനാദം ഊതുമ്പോൾ 6 ദിവസം മൗനമായി അതിന് ചുറ്റും സഞ്ചരിക്കാൻ തുടങ്ങി. പക്ഷേ 7-ാം ദിവസം അവർക്ക് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇന്ന് പകലിൽ ആ പട്ടണം തൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ പോകുകയാണ്. ഇന്നലകളിൽ ദൈവം പറഞ്ഞ ചില ആലോചനയുടെ നിവർത്തികൾ തൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുന്നു എന്നുള്ള സന്തോഷത്താൽ ദൈവം പറഞ്ഞത് പ്രകാരം അവർ ആർപ്പിടാൻ തയ്യാറായപ്പോൾ പട്ടണത്തിൻ്റെ മതിലിടിഞ്ഞെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് പിശാച് തടസ്സം കൊണ്ട് സൃഷ്ടിച്ചാൽ, ദൈവത്തിൻ്റെ പ്രവൃത്തി മുമ്പിൽ വെളിപ്പെടേണ്ട ടൈമിലും ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ അനുവദിക്കാതെ നിന്റെ മുമ്പിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചാൽ, മുമ്പിൽ ഒരു ദൈവപ്രവൃത്തിയും നടക്കാൻ കഴിയാത്ത തരത്തിൽ അതിനെ അടിച്ചുറപ്പിച്ചു വെച്ചാൽ, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ദൈവം പറഞ്ഞതനുസരിച്ച്, ദൈവം പറഞ്ഞതുപോലെ കേട്ട്, കർത്താവിൻ്റെ വാക്കിനനുസരിച്ച് ഇന്ന് പകൽ ചലിക്കാൻ തുടങ്ങിയാൽ ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ കൂടാരത്തിനകത്ത് വെളിപ്പെടുമെന്ന് ദൈവാത്മാവിൽ ആലോചനകൾ കൈമാറുമ്പോൾ എത്ര പേർക്ക് ഒരുമിച്ച് ആമേൻ പറയാൻ തയ്യാറാകും? മുമ്പിൽ അടച്ചു വെച്ച പിശാചിന് സകല പദ്ധതികളെയും ഉടയ്ക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ട്.
മുമ്പിലുള്ള പ്രതിസന്ധികൾ മാറണമോ? മുമ്പിൽ ഒരു ജയം നിങ്ങൾക്ക് ആവശ്യമാണോ? നിങ്ങളുടെ ജീവിതത്തിൽ പരാജയം മാറി ജയം ആവശ്യമാണോ? ഒറ്റ കാര്യം, കർത്താവിൻ്റെ വാക്കു കേൾക്കുക, ദൈവം പറയുന്നത് അനുസരിക്കുക. ദൈവം പറയുന്ന കൽപ്പനകൾക്കനുസരിച്ച്, ദൈവം പറയുന്ന ഉടമ്പടിക്കനുസരിച്ച്. ഞാൻ പറയാം, വേദപുസ്തകത്തിന്റെ അടിസ്ഥാന ഉപദേശത്തിൽ തിരുവെഴുത്തുകൾ ദൈവം നൽകി തന്ന ദൈവശാസ്ത്രീയമായ തിരുവെഴുത്തിൻ്റെ ആ ദൈവം പറഞ്ഞ കൽപ്പനകൾ അനുസരിച്ച്, ആ ദൈവം പറഞ്ഞ ഓർഡർ അനുസരിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നയിക്കാൻ തുടങ്ങിയാൽ ഇനി മുമ്പിൽ എത്ര അടിച്ചുറപ്പിച്ച് ആമൻ എരിഹോ പട്ടണക്കാർ എത്ര അടിച്ചുറപ്പിച്ച് പട്ടണത്തിലെ നന്മ നിന്റെ ഭവനത്തിനകത്ത് വരാതിരിപ്പാൻ, പട്ടണത്തിന്റെ വിടുതൽ നിന്റെ കൂടാരത്തിൽ വെളിപ്പെട്ട് വരാതിരിപ്പാൻ, പട്ടണത്തിൽ വെളിപ്പെടേണ്ട നന്മകൾ നിന്റെ വീട്ടിൽ വെളിപ്പെട്ട് വരാതിരിപ്പാൻ ശത്രു അടച്ചുറപ്പിച്ചു വെച്ചാലും ദൈവത്തിന്റെ കൽപ്പനകൾക്കനുസരിച്ച് ഉറച്ചു നിൽക്കാൻ തയ്യാറായാൽ, ആർപ്പിടാൻ തയ്യാറായാൽ, ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറായാൽ, ദൈവത്തെ ആരാധിക്കാൻ തയ്യാറായാൽ അവൻ ചിലത് നിന്റെ മുമ്പാകെ ഇടിഞ്ഞു താഴുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും? ഇത് കഴിഞ്ഞ് എപ്പോഴെങ്കിലും നിങ്ങൾ എന്നെ ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷയത്തിന് നടുവിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു നസ്രയത്തുകാരനായ യേശുവുണ്ട്. അതെ, യേശു കർത്താവ് പ്രവർത്തിക്കും. ദൈവം പ്രവർത്തിപ്പാൻ സർവശക്തനാണ്.